കനത്ത മഴയിൽ റോഡ് ടാർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു കൗതുകപരമായ ദൃശ്യത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. മാരാർ റോഡിലാണ് കോർപ്പറേഷൻ ടാറിംഗ് ജോലികൾ ഈ കനത്ത മഴയിൽ നടത്തുന്നത്. മഴയത്ത് ടാറിംഗ് നടത്താം. തൃശ്ശൂർ കോർപ്പറേഷന്റെ തോന്നിയാസല ഈ പേരപരം മഴയത്ത് മാരാർ റോഡിലെ ടാറിങ്. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ചാട്ടവാറുണ്ടടിക്കണ്ട ഇവനൊക്കെ. ഓ അത്രയും വലിയ മഴ പെയ്യുക. തൃശ്ശൂർ ജില്ല കണ്ടതിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറിങ് നടത്താം. കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറ് ചെയ്യുന്ന വിദ്യ, ഓരിച്ചെരിയുന്ന മഴ, ആ മഴയത്ത് ടാർ ചെയ്യുക. കഷ്ടം. ഇതിനൊക്കെ എന്തെന്നാ പറയണ്ട. മാരാർ റോഡാണ് പറഞ്ഞയാൾ പറഞ്ഞത് തന്നെയാണ് ശരി. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ കഴിയാത്ത അത്രമേൽ അത്ഭുതം കൂറേണ്ടി വരുന്ന ദൃശ്യമാണ്. തൃശ്ശൂരിൽ കനത്ത മഴയിലും ടാറിംഗ് ജോലികൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. മാരാർ റോഡിലാണ്, കോർപ്പറേഷനാണ് ടാറിംഗ് നടത്തുന്നത്. MS ലിഷോയുണ്ട്. ലിഷോയ്, ഈ ദൃശ്യം പകർത്ത ആൾ തന്നെ തന്റെ ആത്മരോഷത്തോടു കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പൊതുജനത്തിന്റെ ശബ്ദമായി തന്നെ എടുക്കാം. ഈ പെരുമഴയത്തെ ടാറിംഗ് അത് എങ്ങനെ സാധ്യമാകുന്നു? ഇത് പിന്നീട് നിർത്തിവെച്ചോ? നിർത്തിപ്പോളൂ. മഴയത്ത് തന്നെ ടാറിംഗ്. രതീഷ്, ഇത് ഈ ദൃശ്യം പകർത്തിയത് കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ ഷാജി കോടകണ്ടത്താണ്. അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. അതായത് മാരാർ റോഡിൽ മഴയത്താണ് ഇത്തരത്തിൽ ഈ ടാറിംഗ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ മഴ മാറി നിൽക്കുകയാണ്. നല്ല വെയിലായിരുന്നു. ഇന്നലെയും തൊട്ട് മുൻപിലത്തെ ദിവസം ഒക്കെ തന്നെ നല്ല വെയിലായിരുന്നു തൃശ്ശൂരിൽ. ഏകദേശം ഒരു 4 ദിവസത്തോളമായി കാര്യമായ മഴയൊന്നും തന്നെ പെയ്തിട്ടില്ല. അന്നൊന്നും ടാർ ചെയ്യാതെ ഇന്ന് രാവിലെ 7:30യോടുകൂടി ശക്തമായ മഴ ആരംഭിച്ചതാണ്. ആ ശക്തമായ മഴ പെയ്യുമ്പോഴാണ് ഈ ടാറിംഗ് നടക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഴയത്ത് ആരെങ്കിലും ടാർ ചെയ്യുമോ, സ്വബോധമുള്ള ആരെങ്കിലും ടാർ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം ആരുടെയും മനസ്സിൽ തോന്നിപ്പോകും. തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള മാരാർ റോഡിലാണ് ഈ സംഭവം എന്തായാലും നടന്നിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ആ ടാറിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെയും ഈ മഴയത്തുള്ള ടാറിംഗ് പ്രഹസനങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയും കോരിച്ചെറിയുന്ന മഴയത്തുള്ള ഒരു ടാറിംഗ് പ്രഹസനം എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും കേരളം കണ്ടിട്ടുണ്ടാവില്ല. ആ കോരിച്ചെറിയുന്ന മഴയത്ത് ഒരു കൂസലുമില്ലാതെ അവിടെ ടാറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞിട്ട് പോലും, അതായത് ഈ മഴയത്താണോ ടാർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് പോലും അവരത് ജോലികളൊന്നും നേരെ നിർത്തിയില്ല. ഒടുവിൽ ജോലിക്കാർക്ക് നേരെ തട്ടിക്കയറിയതോടുകൂടിയാണ്. നിർബന്ധത്തിന് വഴങ്ങിയോ? കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരമായിരിക്കുമല്ലോ ടാർ ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയായിരിക്കും. ഒരു ദിവസത്തെ കൂലി മഴ മൂലം ജോലി മുടങ്ങാതിരിക്കാൻ അവർ ചിലപ്പോൾ ഈ ജോലിക്ക് തയ്യാറായതും ആകാം. ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ? എങ്ങനെയാണ് ഈ മഴയത്ത് തുപ്പല് തൊട്ടൊട്ടിക്കുന്ന പോലെ ഇങ്ങനെ ടാർ ചെയ്യാനുള്ള മനക്കെട്ടി ഉണ്ടായതെന്ന്? ജില്ല കണ്ടതിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറിംഗ് നടത്താം. ഒരു തരത്തിലുള്ള പ്രതികരണവും കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള ടാറിംഗ് ജോലികളൊക്കെ നടക്കുമ്പോൾ കൃത്യമായ ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ കൂടി ആ സ്ഥലത്ത് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ യാതൊരു വിധത്തിലും ഒരു ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായില്ല എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, 2 ജീവനക്കാർ മാത്രം അവിടെയുണ്ട്. ആ ജീവനക്കാർക്ക് നേരത്തെ രതീഷ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് നേരത്തെ ഇന്നത്തെ ഒരു ദിവസം ടാർ ചെയ്യാനായി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യം കൂടി നോക്കേണ്ടതാണ്. അതായത് ഇന്നത്തെ ഒരു ദിവസം ടാർ ചെയ്യാനായി തൊഴിലാളികൾക്ക് നിർദ്ദേശമുണ്ടാകാം. അന്നേ ദിവസം തന്നെ അവർ ജോലിക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു കോരിച്ചൊരിയുന്ന മഴ ഇന്ന് റെഡ് അലർട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യം കോർപ്പറേഷൻ അധികൃതർക്കായാലും ഒക്കെ തന്നെ നേരത്തെ അറിയാവുന്നതാണ്. ശരിയാണ്, റെഡ് അലർട്ടാണ് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പായി വന്നതാണ്. അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായില്ല. തൃശ്ശൂരിൽ കനത്ത മഴയിൽ ടാറിംഗ് നടത്തുന്നതിന്റെ കൗതുകരമായ അത്ഭുതമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണിത്. മാരാർ റോഡിലാണ് സംഭവം. കോർപ്പറേഷനാണ് ടാറിംഗ് ജോലി. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ചാട്ടവാറുണ്ടടിക്കണ്ട ഇവനൊക്കെ. ഓ അത്രയും വലിയ മഴ പെയ്യുക. തൃശ്ശൂർ ജില്ല കണ്ടതിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറിംഗ് നടത്താം.